2024 വർഷം തെരഞ്ഞെടുപ്പ് വർഷം ആണ്. ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രാജ്യം ഉറ്റുനോക്കിയിരുന്ന, രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജൂൺ മാസം 4-ാം തീയതി ഫലപ്രഖ്യാപനം വന്നു. വലിയ ഒരു വിഭാഗം ആളുകളെ, വലിയ നമ്പർ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും ഉദ്ദേശിച്ച, പ്രതീക്ഷിക്കപ്പെട്ട ആ ഒരു അപ്രമാദിത്വം ഉണ്ടായില്ല. ഇന്ത്യ മുന്നണി സാമാന്യ തരക്കേടില്ലാതെ പെർഫോം ചെയ്തു. മാറി വരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും നരേന്ദ്രമോദിയും അധികാരം നിലനിർത്തി. പക്ഷേ ആ നമ്പേഴ്സിന്റെ കാര്യത്തിൽ കുറവ് വന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നോ എന്ന ഒരു സന്ദേഹം പലരുടെ മനസ്സിലുള്ളത്. അത് സ്ഥിരീകരിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ് അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ. അത് പ്രത്യേകിച്ചും 4 സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. 2 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജമ്മു ആൻഡ് കശ്മീർ, അതുപോലെ ഹരിയാന തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ ആഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ നാമെല്ലാം പ്രതീക്ഷിച്ചൊരു കാര്യമുണ്ട്. 4 സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഒരുമിച്ച്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന ആൻഡ് ജമ്മു ആൻഡ് കശ്മീർ. ഇവിടെ നമുക്കറിയാം, ജമ്മു ആൻഡ് കശ്മീരിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിയമപരമായി. കാരണം സുപ്രീം കോടതിയുടെ ശക്തമായ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷനുണ്ട്. സെപ്റ്റംബർ മാസം 30-ാം തീയതിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകണം. അത് ഒക്ടോബർ 4 വരെ നീണ്ടുപോകുന്നു. സാരമില്ല, അത് ഏതാണ്ട് അതേ ഒരു ലിമിറ്റിനുള്ളിലാണ്. അതുകൊണ്ട് അത് പ്രഖ്യാപിച്ചു. അതിന് വലിയ തോതിൽ സൈനിക സാന്നിധ്യം, സന്നദ്ധ സേനകളുടെ വിന്യാസം, അതെല്ലാം ആവശ്യമുണ്ട്. അത് ദീർഘമായ ഒരു പ്രക്രിയയാണ്. ശ്രമകരമായ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ദൗത്യമാണ്. കാശ്മീരിൽ സുഗമമായ ഭീകരത ഒക്കെ പ്രതീക്ഷിക്കുന്ന, ഭീകരതയുടെ വിളയാട്ടം പ്രതീക്ഷിക്കുന്ന ആ പ്രദേശത്ത് സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തീർച്ചയായും ശ്രമകരവും ചാലഞ്ചിങ്ങുമായ ഒരു കാര്യമാണ്. ഹരിയാനയുടെ നിയമസഭയുടെ കാലാവധി കഴിയാൻ പോകുന്നു. ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങളിലേക്ക് പ്രഖ്യാപനം ഒതുക്കുകയാണ്. നവംബർ 26-ാം തീയതി 2024 നവംബർ 26-ാം തീയതി കാലാവധി പൂർത്തിയാകുന്ന മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് എന്തുകൊണ്ട് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല? ചോദ്യചിഹ്നമാണ്. ജനുവരി 4-ാം തീയതി വരെ കാലാവധിയുള്ള ജാർഖണ്ഡ് നിയമസഭയിലേക്കും ഇതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ലായിരുന്നു. ഏതാണ്ട് കാലാവധി എത്തി നിൽക്കുകയാണ്. പക്ഷേ അതുണ്ടായില്ല. അവിടെയാണ് സംശയത്തിൻ്റെ നിഴലുണ്ടാകുന്നത്. എന്താണ് ഈ 2 സംസ്ഥാനങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കാരണങ്ങൾ വളരെ വളരെ ദുർബലമായ കാര്യങ്ങളാണ്. ഒന്ന്, വലിയ സൈനിക സാന്നിധ്യം ആവശ്യമുണ്ട്. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലേക്കും ഉള്ള വിന്യാസം വളരെ ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് ജമ്മു ആൻഡ് കശ്മീരിൽ 3 ഘട്ടമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പിന് വേണ്ടി വൻതോതിൽ സൈനിക ബറ്റാലിയനുകളെ അങ്ങോട്ട് നീക്കേണ്ടത് കൊണ്ട് ആവശ്യത്തിന് ഫോഴ്സസിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് ഇപ്പോൾ പ്രഖ്യാപിക്കാത്തത് എന്ന ഒരു തൊഴിലായും. ഇന്ത്യയുടെ സൈന്യത്തിന്റെ വലിപ്പം നമുക്കറിയാം. അതുകൊണ്ട് ഒരു സമിതി, ദേശീയ തെരഞ്ഞെടുപ്പ് ഒറ്റയടിക്ക് നടക്കുന്ന പല ഘട്ടങ്ങളിലായിട്ടാണെങ്കിലും ഒരുമിച്ച് നടത്തിയ ഒരു രാജ്യമാണ്. ഭംഗിയായി നടത്തിയ അതേ രാജീവ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ പറയുന്നു അങ്ങനെയല്ല, ഒരു സുരക്ഷാ കാരണങ്ങളാൽ ഇത് മാറ്റിവെക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതാകുമോ? കാരണം മറ്റൊരു കാരണം കൂടെ പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഗണേശോത്സവം വരുന്നു, ദീപാവലി വരുന്നു, അതുപോലെ ഒരുപാട് ഫെസ്റ്റീവ് സീസണാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടം. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാകാം എന്ന രീതിയിൽ നിൽക്കുകയാണ് മഹാരാഷ്ട്രയിൽ. അങ്ങനെയാണെങ്കിൽ കാശ്മീരിലാണെങ്കിൽ അമർനാഥ് യാത്രയുണ്ട്. അത് കഴിയുന്നതുമായി കോയിൻസൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ന്യായവും പൂർണ്ണമായി നിലനിൽക്കത്തക്കതല്ല. എന്നാൽ ഇവിടെ ഉയരുന്ന ന്യായമായ ചോദ്യം, എവിടെയോ ഒരു ടെൻറ്ററ്റീവ്നെസ്, ഒരു സന്നിഗ്ധത ഉണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത്? പ്രത്യേകിച്ചും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാറിൻ്റെ ഭാഗത്തൊരു ആശയക്കുഴപ്പമുണ്ടോ എന്നൊരു ചെറിയ ചിന്ത ചിലരുടെയെങ്കിലും മനസ്സിലുണ്ട്. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, കാശ്മീരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് അപ്രവചനീയമാണ്. കാശ്മീരിൽ ഒരു BJPക്ക് ഒരു പക്ഷേ ഭരണത്തിലെത്താൻ കഴിയില്ലായിരിക്കും. ജമ്മുവിൽ മാത്രം സ്വാധീനമുള്ള BJPക്ക് ജമ്മു ആൻഡ് കാശ്മീരിന്റെ മൊത്തം ഭാഗതയും നിർണ്ണയിക്കാനുള്ള നമ്പേഴ്സ് കിട്ടിയെന്നിരിക്കില്ല. ഒരു സഖ്യകക്ഷിയെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യ മുന്നണി ചിതറി നിൽക്കുന്നത് BJPക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ് കാശ്മീരിൽ. അതുകൊണ്ട് കാശ്മീരിലെ ജമ്മു മേഖലയിലെങ്കിലും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തൽസ്ഥിതി തുടരാനാണ് ഒരുപക്ഷെ BJP ശ്രമിക്കുക. ഭരണത്തിലെത്താം എന്ന അതിമോഹമൊന്നും ഒരുപക്ഷെ BJP കാണില്ല. പക്ഷേ ഹരിയാന അങ്ങനെയല്ല.
ഹരിയാനയിൽ കയ്യിലിരിക്കുന്ന ഭരണം നഷ്ടപ്പെട്ടാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ ഭാഗികമായ തിരിച്ചടി പൂർണ്ണമായി മാറാൻ ഒരിക്കലും BJP ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ ഹരിയാനയിൽ തോൽവി സംഭവിച്ചാൽ ഒരു ബ്രീതിങ് സ്പേസ് കിട്ടുകയാണ് ജാർഖണ്ഡിന് വേണ്ടിയും മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി. എന്താണ് ആ ബ്രീതിങ് സ്പേസ്? അവിടെ തോൽവിയിൽ നിന്നും ചില പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ചില വിഭാഗങ്ങളെ, മഹാരാഷ്ട്രയിലാണെങ്കിൽ മറാത്തകളുടെ ഒരു പ്രശ്നം, മറാത്ത സംവരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില പ്രോഗ്രസീവായ ചില വാഗ്ദാനങ്ങൾ കൊടുക്കാൻ കഴിയും. അത് മാത്രമല്ല ഉള്ളി കർഷകരുടെ പ്രശ്നങ്ങൾ, അത് മാത്രമല്ല മഹാരാഷ്ട്രയിലെ ഒരു കൊയലീഷൻ പൊളിറ്റിക്സിൽ വന്ന മാറ്റങ്ങൾ, ആ കൊയലീഷനിൽ രണ്ട് കക്ഷികളെ പിളർത്തി, അതായത് NCP ശരത് പവാറിന്റെ പാർട്ടിയെ പിളർത്തി അജിത് പവാറിനെ സ്വാംശീകരിച്ച് ഉപമുഖ്യമന്ത്രിയാക്കിയ ആ ഒരു തന്ത്രം അത് ബാക്ക് ഫയർ ചെയ്യുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടു. അജിത് പവാറിന്റെ NCPക്ക് കേവലം 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ശിവസേന ഷിൻഡെ വിഭാഗത്തിന് 7 സീറ്റാണ് ലഭിച്ചത്. അവർ ഏറെ സീറ്റുകൾ മത്സരിച്ചു എന്ന് ഓർക്കണം. അതുകൊണ്ട് ശിവസേന കുറച്ചുകൂടി മെച്ചപ്പെട്ട ശിവസേന, 9 സീറ്റുകളുള്ള ഉദ്ധവ് താക്കറയുടെ ശിവസേന തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന ശിവസേനയാണ് എന്ന് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തെളിഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഉദ്ധവ് താക്കറേക്കും NCP ശരത് പവാർ വിഭാഗത്തിനും കോൺഗ്രസിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ അലോസരമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് BJPയും അജിത് പവാറിന്റെ NCPയും ശിവസേന ഷിൻഡെ വിഭാഗവും തമ്മിലുള്ള കോർഡിനേഷൻ എങ്ങനെയാണ്? കടുത്ത വിലപേശലുകൾ ഒരുപക്ഷെ ഷിൻഡെയുടെ ഭാഗത്തു നിന്നുണ്ടാകാം, അജിത് പവാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകാം. അതിനോട് എങ്ങനെയാണ് BJP പ്രതികരിക്കുന്നത്? അത് നോക്കിക്കാണേണ്ട കാര്യമാണ്. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. BJPയുടെ മഹാരാഷ്ട്രയിലെ തന്ത്രം എന്ന് പറയുന്നത് ശിവസേനയെ പതിയെ അപ്രസക്തമാക്കിക്കൊണ്ട് ശിവസേന ഒരിക്കൽ ഹോൾഡ് ചെയ്തിരുന്ന ഹിന്ദുത്വ സ്പേസിലേക്ക്, ഐഡിയോളജി രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ശിവസേനയ്ക്ക് ഒരു പ്രാദേശികവാദവും കൂടെ ഉണ്ട്, BJPക്ക് പ്രാദേശികവാദമില്ല. സാംസ്കാരിക ദേശീയതയാണ് BJPയുടെ മുഖമുദ്ര. അപ്പോൾ ഹൈന്ദവ ദേശീയതയ്ക്ക് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ നല്ല വേരോട്ടമുണ്ട്. അതുകൊണ്ട് ശിവസേനയുടെ അണികളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് BJPക്ക് വളർന്ന് പന്തലിക്കാം. അതുകൊണ്ട് പണ്ടൊക്കെ സഖ്യത്തിൽ ശിവസേന BJP സ്വാഭാവിക അലയൻസ് തന്നെയാണ്. ആ അവിഭക്ത ശിവസേനയും BJPയും തമ്മിലുള്ള സഖ്യത്തിൽ പലപ്പോഴും മുഖ്യമന്ത്രി പദം നൽകപ്പെട്ടിരുന്നത് ശിവസേനയ്ക്കാണ്. മനോഹർ ജോഷിക്കൊക്കെ മുഖ്യമന്ത്രി പദം നൽകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് ഉദ്ധവ് താക്കറെയൊക്കെ മുഖ്യമന്ത്രി പദം നിഷേധിച്ചതുകൊണ്ടാണല്ലോ ശിവസേനയിൽ പിളർപ്പുണ്ടായതും ഉദ്ധവ് താക്കറെ പുറത്തു പോയതും കോൺഗ്രസുമായി ചേർന്ന് NCPയുമായി ചേർന്ന് മുഖ്യമന്ത്രിയായതും പിന്നീട് BJP തട്ടി മാറ്റിയിടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും ഹിന്ദുത്വ സ്പേസിന് വേണ്ടി, മഹാരാഷ്ട്രയിലെ ഹിന്ദുത്വ സ്പേസിന് വേണ്ടിയുള്ള കടുത്ത പോരാട്ടം അവിടെ നടക്കും. 2 ശിവസേനകൾക്കും അഭിമാന പോരാട്ടമാണ്, 2 NCPകൾക്കും അഭിമാന പോരാട്ടമാണ്. 288 അംഗ നിയമസഭയിൽ പൊടി പാറുന്ന പോരാട്ടം നടക്കും. അതുകൊണ്ടാണ് ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടി ലഭിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് അതിൻ്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാവണം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. ജാർഖണ്ഡിൽ സംഭവം വ്യത്യാസമാണ്. ജാർഖണ്ഡിൽ ഭരിക്കുന്നത് 81 സീറ്റുള്ള ജാർഖണ്ഡ് നിയമസഭയിൽ ഭരണത്തിലിരിക്കുന്നത് ഷിബു സോറനാണ്. അദ്ദേഹത്തെ അഴിമതി കേസിൽ, ഭൂമി കുംഭകോണ അഴിമതി കേസിൽ അദ്ദേഹം 5 മാസം ജയിലിലായിരുന്നു. ജയിൽ മോചിതനായി, മോചിതൻ എന്ന് പറയാനാവില്ല, ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ പാടെ അന്ന് മുഖ്യമന്ത്രിയാക്കിയ ഹേമന്ത് സോറൻ രാജിവെച്ച ഒഴിവിലേക്ക്, ജയിലിൽ പോകാനായി രാജിവെച്ച ഒഴിവിൽ മുഖ്യമന്ത്രിയായ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതാവ് ചമ്പൈ സോറൻ ദുഃഖിതനാണ്, ഖിന്നനാണ്, പരിക്ഷീണനാണ്. അദ്ദേഹം അസ്വസ്ഥനാണ്. അസ്വസ്ഥത പൊട്ടിത്തെറിച്ചു ഒരു നാൾ. അത് പൊട്ടിത്തെറിച്ചത് ഇങ്ങനെയാണ്: ഷിബു സോറൻ ഇറങ്ങിയ അന്ന് തന്നെ ചമ്പൈ സോറന്റെ രാജി എഴുതി വാങ്ങി. അപ്പൊ ചമ്പൈ സോറനെ സത്യത്തിൽ തറവാട്ടിൽ നിന്ന് ഏതാണ്ട് പിടിച്ചിറക്കി വിടുന്ന ഒരു അനുഭവമാണ് ഇത്. ചമ്പൈ സോറൻ എന്ന അഭിമാനിയായ ജാർഖണ്ഡ് ട്രൈബൽ നേതാവിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലേറെയായിരുന്നു. അദ്ദേഹത്തിന് കറകളഞ്ഞൊരു പ്രതിച്ഛായയാണുള്ളത്, അഴിമതിയുടെ കറകളഞ്ഞ പ്രതിച്ഛായ. 4.5 വർഷത്തെ ഹേമന്ത് സോറന്റെ ഭരണത്തെക്കാൾ മികച്ചതായിരുന്നു കേവലം 5 മാസത്തെ ചമ്പൈ സോറന്റെ ഭരണം എന്ന് വരെ ആളുകൾ പറഞ്ഞു തുടങ്ങിയ ഒരു സുതാര്യമായ ക്രമമുള്ള ഒരു ഭരണം. അത് മാറ്റിക്കൊണ്ട് വീണ്ടും സോറൻ ഫാമിലി, അതായത് കുടുംബ ആധിപത്യം, ഷിബു സോറന്റെ മകൻ ആയ ഹേമന്ത് സോറൻ, അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറൻ, ഇവരെല്ലാം ഒരു ഫാമിലി ചട്ടക്കൂടിൽ നിന്നുകൊണ്ട്, അപ്പം പല രാഷ്ട്രീയ കക്ഷികൾക്കും, DMKയ്ക്കും അതുപോലെ തെലുങ്ക് ദേശത്തിനും, ഒന്നും വേണ്ട രാഷ്ട്രീയ ജനതാദളിനും സമാജ്വാദി പാർട്ടിക്കും എല്ലാം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു തരം സ്വജനപക്ഷപാതവും കുടുംബ വാഴ്ചയും തന്നെയാണ് ജാർഖണ്ഡിന് ശാപം എന്ന് ചമ്പൈ സോറൻ ഇപ്പോൾ പറയുന്നു.
ചമ്പൈ സോറൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ 3 ഓപ്ഷൻസ് ഉണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, എൻ്റെ മുമ്പിൽ ഒന്നുകിൽ ഞാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണം, 2 ഞാനൊരു പുതിയ പ്രാദേശിക കക്ഷി തുടങ്ങണം, 3 സഹകരിക്കാവുന്ന മറ്റൊരു പാർട്ടിയിൽ ചേർന്ന് രാഷ്ട്രീയത്തിൽ തുടരണം. ഒരുപക്ഷെ 3ാമത്തെ ഓപ്ഷനാണ് സോറൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, ചമ്പൈ സോറൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പാർക്കിംഗ് ലോട്ട് എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. അതിനുള്ള സൂചനകൾ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പുള്ള ഈ സമയം ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ സമയമാണ്. അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന്റെ ചുമതല BJP കൊടുത്തിരിക്കുന്നത് പഴയ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. അപ്പോൾ ജാർഖണ്ഡിന് ചുമതലയുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ ഇദ്ദേഹവുമായി, ചമ്പൈ സോറനുമായി ഏതാനും റൗണ്ട് കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തെ ക്ഷണിച്ചു BJPയിലേക്ക്. അത് മാത്രമല്ല, ഹിമന്ത ബിശ്വ ശർമ്മ, ആസാമിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം, അതുപോലെ തന്നെ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും BJPയിൽ ചേർന്ന സുവേന്ദു അധികാരി എന്ന ഇപ്പോഴത്തെ BJP നേതാവ്, അപ്പോൾ സുവേന്ദു അധികാരിയുടെയും അതുപോലെ ഹിമന്ത ബിശ്വ ശർമ്മയുടെയും ഒരുപക്ഷെ ജ്യോതിരാദിത്യ സിന്ധ്യ, ഇവരെല്ലാം കോൺഗ്രസിൽ നിന്നും പോയവരാണ്. അപ്പം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഒക്കെ വഴിയെ ചമ്പൈ സോറനും BJPയിലേക്കാണോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഏതാണ് BJPയിൽ ചേർന്നു എന്ന് തന്നെ പറയാവുന്ന ഒരു ഘട്ടത്തിൽ ഇരിക്കുകയാണിപ്പോൾ. അങ്ങനെയെങ്കിൽ അതുണ്ടാക്കാൻ സാധ്യതയുള്ള ചലനങ്ങൾ, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചലനങ്ങൾ, ഒരു വശത്ത് ഹേമന്ത് സോറൻ എന്ന മുഖ്യമന്ത്രിയോട് ജാർഖണ്ഡ് ജനതയ്ക്ക് ഒരു സഹതാപമുണ്ട്. ഈ ശരത് പവാറിന്റെ പാർട്ടിയെ പിളർത്തിയതുപോലെ, അതുപോലെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ മഹാരാഷ്ട്രയിൽ പിളർത്തിയതുപോലെ JMMനെ, ജാർഖണ്ഡ് മുക്തി മോർച്ചയും പിളർത്താൻ BJP ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ചമ്പൈ സോറനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിളർത്താൻ ശ്രമിക്കുന്നു എന്നൊരു ചിന്ത ഒരു പരിധിവരെ ഹേമന്ത് സോറന് അനുകൂലമായി മാറുന്നു. അത് മാത്രമല്ല, ഹേമന്ത് സോറനെ ഭൂമി കുംഭകോണ കേസിൽ, അഴിമതി തന്നെയാണ് കേസിൽ അകത്താക്കിയത്. വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് ജാമ്യം മുൻകൂട്ടി കൊടുക്കാതിരിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങളൊക്കെ ഒരുപക്ഷെ ട്രൈബൽ ജനത, ഇത് ട്രൈബൽ രാഷ്ട്രീയമാണല്ലോ, അദ്ദേഹവും സോറൻ ഫാമിലി മുഴുവൻ ട്രൈബലാണ്. അത് ചമ്പൈ സോറനാണെങ്കിലും അദ്ദേഹവുമായിട്ട് ബന്ധമില്ലാത്ത മറ്റു ട്രൈബൽ നേതാക്കളാണല്ലോ ഷിബു സോറനും അദ്ദേഹത്തിന്റെ മകൻ ഹേമന്ത് സോറനുമെല്ലാം. ഇവർക്കെല്ലാം ഇപ്പൊ ട്രൈബൽ ജനത പൊതുവെ JMMനോട് അടുത്ത് നിൽക്കുന്ന ആണ്. കോൺഗ്രസ് പാർട്ടിക്ക് ചില ട്രൈബൽ പോക്കറ്റുകളിൽ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും പിന്തുണയുണ്ട്. ഈ ട്രൈബൽ വോട്ട് നിർണായകമായ ജാർഖണ്ഡിന് പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആഗ്രഹം പലപ്പോഴും പറയുന്നുണ്ട്. ബീഹാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്, ആന്ധ്രാപ്രദേശ് ഉന്നയിച്ചു, ഇതുപോലെ പല സംസ്ഥാനങ്ങളും ഉന്നയിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേക സംസ്ഥാന പദവി ജാർഖണ്ഡിന് വേണമെങ്കിൽ ഇത് പറയാം. കാരണം ഖനി ബെൽറ്റാണ്, ട്രൈബൽ സംസ്ഥാനമാണെന്ന് പറയുമ്പോഴും ഖനികളുടെ വലിയ ഒരു അക്ഷയനിധി തന്നെ ഉണ്ട് ജാർഖണ്ഡിൽ. പക്ഷേ ജാർഖണ്ഡിൽ പലപ്പോഴും അഴിമതിയും സ്വജനപക്ഷപാതവും പിന്നാക്കാവസ്ഥയും കെടുകാര്യസ്ഥതയും വളരെ പ്രബലമാണ്. അതുകൊണ്ട് ബീഹാറിൽ നിന്നും വേർപിരിഞ്ഞു പോയ ജാർഖണ്ഡിന് പ്രത്യേക സംസ്ഥാന പദവി വേണം, എങ്കിൽ മാത്രമേ കേന്ദ്രത്തിന്റെ ശ്രദ്ധ പതിയൂ എന്നെല്ലാം ഉള്ള നിർദ്ദേശങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സാഹസം കാട്ടിക്കൊണ്ട് ജാർഖണ്ഡിലെങ്കിലും അധികാരം പിടിക്കാൻ, അപ്പം ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തിരിക്കുന്ന ജാർഖണ്ഡിൽ BJPക്ക് സാന്നിധ്യം അറിയിക്കണമെങ്കിൽ അത് മാത്രമാണ് വഴി. BJPക്ക് 2 പ്രമുഖ നേതാക്കൾ ജാർഖണ്ഡിലുണ്ട്, പക്ഷേ 2ാം നിര നേതൃത്വം BJPക്ക് അവിടെ ഇല്ല. അതേസമയം ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന കുടുംബ പാർട്ടിയുണ്ട്. കോൺഗ്രസിന് അവശേഷിക്കുന്ന ഒരു ബേസിനെ ഒരുമിച്ച് നിർത്തണം. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയായിട്ട് തന്നെയാണ് ജാർഖണ്ഡിൽ JMMും കോൺഗ്രസും മത്സരിക്കാൻ സാധ്യത. പക്ഷേ ജാർഖണ്ഡിൽ കടുത്ത മത്സരം ഏതായാലും പ്രതീക്ഷിക്കാം. ഫലം അപ്രവചനീയമാണ്. എന്നാൽ ഷിബു സോറന് ഒരു സഹതാപ തരംഗത്തിന്റെ ആനുകൂല്യം ലഭിച്ചാൽ വീണ്ടും ഇന്ത്യ മുന്നണിക്ക് ജാർഖണ്ഡിൽ അധികാരത്തിൽ വരാൻ കഴിയും. അങ്ങനെയല്ല, ഷിബു സോറനെ അഴിമതിക്കാരനായിട്ട് തന്നെയാണ് ജനം കാണുന്നതെങ്കിൽ അവർ പുറംകാലുകൊണ്ട് തിരസ്കരിക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് 4 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ജമ്മു ആൻഡ് കശ്മീർ, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഈ 4 ഇടങ്ങളിൽ 4ഇടത്ത് ഏതെങ്കിലും 1ഓ 2ഓ സ്ഥലങ്ങളിൽ സാന്നിധ്യം അറിയിക്കാനും ഭരണത്തിലെത്താനും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല എങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം വന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മോദി ഫാക്ടർ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ മോദി ഫാക്ടർ തുടരുന്നു എന്ന് തെളിയിക്കാൻ ലഭിക്കുന്ന ഇപ്പോഴത്തെ സുവർണ അവസരമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 4 സംസ്ഥാനങ്ങളിലെ അഭിമാനകരമായ പോരാട്ടം. അതുകൊണ്ട് ഇന്ത്യ സഖ്യം വെറും ഒരു കടലാസ് പുലിയല്ല, ഒരിക്കൽ സംഭവിച്ചൊരു വണ്ടറല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മെച്ചപ്പെട്ട പ്രകടനം സംസ്ഥാന തലത്തിൽ അവർക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നു എന്ന് തെളിയിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെയും അവസരമാണ്. അതുകൊണ്ട് എല്ലാ കണ്ണുകളും ഇനി വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭ 2024 കലണ്ടർ വർഷം തന്നെ ഈ 4 സംസ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. അതുതന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും.